നമസ്കാരം. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് പൊതുജനങ്ങൾക്ക് ജനാധിപത്യത്തെ തിരിച്ചു വേണം എന്നുള്ളതാണ്. ആ ജനാധിപത്യത്തെ അവർ തിരിച്ചു വിളിക്കുന്നത് അവരുടെ അവകാശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും തുറന്നു പറയാനും നടപ്പിൽ വരുത്താനും അവർക്ക് ഇന്ത്യ എന്ന രാജ്യം പരിപൂർണതയോടുകൂടി അവരുടെ കൈകളിലേക്ക് വേണമെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക് കേരള നടത്തിയ പൊതുജന അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് കാണാം. കോൺഗ്രസിൻ്റെ വിജയം നല്ലൊരു സന്തോഷ വിജയമാണ് നമുക്കിവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനിയും ലോകസഭ ഇലക്ഷനിലും കോൺഗ്രസ് തന്നെ വിജയിക്കുമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഈ കോൺഗ്രസിൻ്റെ വിജയം ഇന്ത്യയുടെ വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ടതിൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏത് ഭരണം വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഏത് പാർട്ടി വന്നാലും അതിനോട് സപ്പോർട്ടാണ്. ഇന്നത്തെ ഈ വിജയത്തിൻ്റെ രഹസ്യം BJP ഭരണത്തിനെതിരായിട്ടുള്ള ജനവിധിയാണ് നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിച്ചത്. ഇതിനു മേലിലും ഇന്ന് നടന്നു പോലുള്ള ഇലക്ഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുമെന്നാണ് പ്രതീക്ഷ. ജനങ്ങൾ അതുമായിട്ട് സഹകരിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. हमने अब सुना टीवी पे कांग्रेस इज इन लीडिंग. हमको खुशी है कि कांग्रेस आ गया. अभी तो छुटकारा मिल गया BJP से. So we are happy that Congress has become a majority in 5 states. Thank you. നമ്മളെ അഭിപ്രായം അല്ലെങ്കിൽ ആര് ഭരിച്ചാലും നമ്മളെ നാട് നന്നാണോ, നല്ലൊരു ഭരണം കാഴ്ചക്കണോ, അത്രയേ ഉള്ളൂ. BJP ഒഴികെ ബാക്കി ഏത് പാർട്ടി വരുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. BJP ഈ രാജ്യത്ത് തന്നെ ഫുള്ള് തുടച്ച് പോകണം നമ്മളെ അഭിപ്രായത്തിൽ. കോൺഗ്രസിൻ്റെ വിജയം വളരെ സന്തോഷകരമായിട്ടുണ്ട്. അതായത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലെ കൂടി നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മതേതരത്വം തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ട്. അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. നല്ലൊരു റിസൾട്ടാണ്. നല്ല കാര്യം ചെയ്തത് മാത്രമല്ല ജനങ്ങൾ നോക്കുന്നത്. അതിന് വ്യക്തമായ തെളിവ് രാജസ്ഥാൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യമാണ്. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യം മോദിക്കല്ല ഞങ്ങളെതിര്, ഇവിടുത്തെ റാണിക്കെതിരെന്നാണ്. അതായത് മോദിൻ്റെ ആൾക്കാരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ അവരവിടെ ക്യാൻവാസ് ചെയ്തു. നല്ലൊരു റിസൾട്ടാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. വിജയിച്ചവർക്കെല്ലാവിധ ആശംസകൾ. ഇത് കോൺഗ്രസിന് വരുന്നത് നല്ലതാണ്. പിന്നെ ഇത് മുമ്പ് വന്ന BJP ഭരണം മോശമാണ്. ഇനി നല്ല ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലത് വരട്ടെ. ഇന്നത്തെ വിജയം മതേതര ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെ വിജയമാണ്. BJP ഭരണം ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ വെറുത്തു എന്നുള്ള ഒരു തെളിവാണിത്. ഞാനടക്കമുള്ള സാധാരണക്കാരുടെ എല്ലാവരുടെയും ഒരു വിജയമാണിത്. ഇന്ന് നടന്ന 5 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വൻ വിജയം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞെടുക്കുന്നവർക്കെതിരെ ഉള്ള ഒരു വിധിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഭരണം, വർഗീയ ചിന്താഗതിയുള്ള ഭരണം നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനിയും അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റം തന്നെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കോൺഗ്രസിന്റെ ഈ മുന്നേറ്റം എടുത്തു പറയേണ്ടത് തന്നെയെന്നാണ് പലരും പബ്ലിക് കേരളയോട് തുറന്നു പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു മാറ്റം ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.